നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. KSRTC സ്വിഫ്റ്റിൽ ഡ്രൈവർ കണ്ടക്ടർ എന്നീ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിക്കും. താല്പര്യമുള്ളതിലേക്ക് ഓൺലൈനായിട്ട് 2025 മെയ് 30 വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും. KSRTC സ്വിഫ്റ്റ് കേരള സർക്കാർ സ്ഥാപനമാണ് എന്ന കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അവർ നടത്താൻ പോകുന്ന ഓർഡിനറി സിറ്റി സർവീസ് ബസ്സുകൾ എന്ന് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്രൈവർ കണ്ടക്ടർ എന്നീ തസ്തികകളിൽ ഇപ്പോൾ കരാർ അടിസ്ഥാനത്തിലാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ ഈ ഡ്രൈവർ തസ്തികകളിലേക്ക് KSRTCക്ക് വേണ്ടി തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഉള്ള ആൾക്കാരാണ് അവർക്ക് മുൻഗണന ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പം അപേക്ഷിക്കുമ്പോൾ നമ്മൾ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് വ്യവസ്ഥകൾ KSRTC സ്വിഫ്റ്റ് പറഞ്ഞിരിക്കുന്ന സേവന വേതന വ്യവസ്ഥകൾ പ്രകാരം ജോലി ചെയ്യാൻ റെഡി ആയിരിക്കണം. അതുപോലെ 30,000 രൂപയുടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കൂടെ നൽകേണ്ടതാണ്. ആ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഒന്നുകിൽ ജോലി ചെയ്യുന്ന ആൾ 56 വയസ്സ് പൂർത്തിയാകുന്ന സമയത്തോ അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്ന സമയത്തോ അതിനുള്ള എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി ബാക്കി തുക നിർബന്ധമായും നൽകുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യോഗ്യത പറയുകയാണെന്നുണ്ടെങ്കിൽ KSRTC ഇപ്പോൾ നിലവിലുള്ള ജീവനക്കാരായ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആവശ്യമില്ല. അവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. സേവന വ്യവസ്ഥകൾ അംഗീകരിച്ച് റെഡിയായവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാവും. ഡ്രൈവർമാരുടെ യോഗ്യത പറഞ്ഞിട്ടുള്ള ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. 30-ലധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കുന്ന കാര്യം മനസ്സിലാക്കുക. 21 മുതൽ 55 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ വാഹനങ്ങളെ കുറിച്ചുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് അറിവ്, വാഹനങ്ങളിൽ ചെറിയ കംപ്ലൈന്റുകളെ പരിഹരിക്കുന്നതിനുള്ള അറിവുള്ളവർക്ക് ഒരു അഭികാമ്യ യോഗ്യതയാണെന്ന കാര്യം മനസ്സിലാക്കുക. മറ്റു വ്യവസ്ഥകൾ പറയുകയാണെങ്കിൽ 10 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ നല്ല ആരോഗ്യവും കാഴ്ചശക്തിയും ഉണ്ടായിരിക്കണം. അതിന് ഒരു നേത്രരോഗത്തിൽ നിന്നും ലഭ്യമായ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നിലവിലുള്ള റിസർവ് ഡ്രൈവർ ലിസ്റ്റ് ഉൾപ്പെട്ടുള്ള ആളുകൾക്ക് മുൻഗണന ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അതിന് ബന്ധപ്പെട്ട ഒരു സെലക്ഷൻ നടക്കുന്ന സ്ക്രീനിങ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാകുന്ന ശേഷം ഇന്റർവ്യൂ ഉണ്ടാകും. അങ്ങനെ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് വഴിയായിരിക്കും നിയമനം. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 വർഷത്തേക്കായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. കണ്ടക്ടർ വേണ്ട യോഗ്യത മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 അനുസരിച്ചിട്ടുള്ള കണ്ടക്ടർ ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 5 വർഷമെങ്കിലും കണ്ടക്ടറായിട്ട് പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. 21 മുതൽ 55 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതേപോലെ 10 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ ആവശ്യമായ ആരോഗ്യം, നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. അതിനുവേണ്ട നിങ്ങളുടെ നേതൃത്വത്തിൽ നിന്നുള്ള സിവിൽ സർവീസ് റാങ്കിൽ കുറയാതെ ഡോക്ടറിനുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ കണക്ക് കൂട്ടാനും കുറയ്ക്കാനും കുടിക്കാനും ഹരിക്കാനുള്ള അറിവുണ്ടായിരിക്കണം. മലയാളവും ഇംഗ്ലീഷും എഴുതുവാനും വായിക്കുവാനും അറിഞ്ഞിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. ഇതിലേക്ക് എഴുത്തു പരീക്ഷയും ഇന്റർവ്യൂ ഉണ്ടാകും. അങ്ങനെ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് നിന്നായിരിക്കും നിയമനം. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന 1 വർഷത്തെ കാലത്തേക്കായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നിലവിലുള്ള ജീവനക്കാർ വർക്കിംഗ് അറേഞ്ച്മെന്റ് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ KSRTC സ്വിഫ്റ്റിൽ സേവനം അനുഷ്ഠിക്കേണ്ടതും അതിനായിട്ട് സ്വിഫ്റ്റുമായിട്ട് പ്രത്യേക കരാർ ഏർപ്പെടുന്നതുമാണ് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അപേക്ഷയോടൊപ്പം നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വായിച്ചേർന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ കൂടി, അതോടൊപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഉൾപ്പെടെ നമ്മൾ സ്കാൻ ചെയ്ത് ഓൺലൈനായിട്ട് വേണം സമർപ്പിക്കാനായിട്ട്. 2025 മെയ് 30-നകം www.kcmd.in എന്ന സൈറ്റിൽ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. അപേക്ഷയോടൊപ്പം 100 രൂപ അപേക്ഷാ ഫീസായിട്ട് ഓൺലൈനായിട്ട് സമർപ്പിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതുവരെ മറ്റ് സ്ഥിര നിയമനം ലഭിക്കത്തില്ല എന്നങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഇങ്ങനെ നിയമിക്കുന്നവർക്ക് പിന്നീട് സ്ഥിര നിയമനത്തിനുള്ള യോഗ്യതയൊന്നും ഉണ്ടായിരിക്കത്തില്ല എന്ന കാര്യം മനസ്സിലാക്കുക. 1 വർഷം 100 ഡ്യൂട്ടി മിനിമം ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള. ഇത്തരത്തിലെ വീഡിയോ പൂർണ്ണമായും രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താല്പര്യമുള്ള അവസരം പരമാവധി മുന്നെടുക്കുക. അതായത് മെയ് 30 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും.